കഴിഞ്ഞ വർഷം അങ്ങനെ നമ്മൾ മാളുവിൻ്റെ സ്കൂൾ എത്തി. ഇതാണ് GHVM സ്കൂൾ. കണ്ടോ, ആനുവൽ ഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല വെൽക്കം ചെയ്യാൻ അടിപൊളിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടുന്ന് ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ഉള്ളിലൊരു ഗേറ്റും കൂടി ഉണ്ട്. ഈ പാസ് ഇവിടുന്ന് തന്ന പാസ് അവിടെ കൊടുക്കണം, എന്നിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത എൻ്റെ പുതിയ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉള്ളിലേക്ക് കയറട്ടെ, എന്നിട്ടാണ് കാഴ്ചകൾ കാണാനുള്ളത്. ഒരുപാട് ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നല്ല അടിയിലൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഗേറ്റൊക്കെ അലങ്കരിച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ പാസ്സൊക്കെ കിട്ടി നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. കുറേ അങ്ങെത്തുമ്പോൾ വേറൊരു ഗേറ്റും കൂടി ഉണ്ടാവും. ഇതൊക്കെയാണ് സ്കൂൾ കോമ്പൗണ്ടാണ്. നേരത്തെ ഇവർക്ക് കോളേജൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോളേജ് ഇല്ല. ഇപ്പോൾ +2 വരെ സ്കൂൾ മാത്രമേ ഉള്ളൂ. LKG തൊട്ട് +2 വരെ ഉണ്ട്. അപ്പോൾ ഇതന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ കുട്ടികൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് വണ്ടി പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം എന്തായാലും ഇത് തുടങ്ങുമ്പോൾ കുറച്ച് ലേറ്റാവും. അപ്പോൾ കുറച്ച് ഇതായിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അതാ ഉള്ളിലേക്ക് എത്തി. നമ്മളെ വണ്ടി കണ്ടതാ മോള് വരുന്നതുണ്ടോ. അപ്പം മോള് വന്ന് അവിടെ സെക്യൂരിറ്റി എന്തോ സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് നിന്ന് ആ സെക്യൂരിറ്റി അങ്ങോട്ട് പോയപ്പോൾ പപ്പേനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ട് ഇപ്പോൾ മോൾ എന്നെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ശീലിപ്പിക്കുന്ന ഒരു ശീലമാണ്. മൂത്തവരെ കണ്ടാൽ ഇങ്ങനെ കാല് തൊട്ട് വന്ദിക്കുക. സാറുമാരെയും അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെ ഗുരുക്കളെയൊക്കെ ഇങ്ങനെ തൊട്ട് തലയിൽ തൊട്ട് തൊഴണം എന്നുള്ളത് ഇവിടെയുള്ള പിള്ളേരുടെ ഒരു ശീലമാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണല്ലോ മാള് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ദിവസവും ചെയ്യുന്നതെന്നല്ല, കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അങ്ങനെ തൊട്ട് തൊഴും. അപ്പം മാളുവിൻ്റെ 2 കൂട്ടുകാരികൾ കൂടി വന്നു എന്നെ കണ്ടിട്ട്. അപ്പോൾ അവരും എൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചതാണ്. അപ്പോൾ ഇനി ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് വരാം. ഇതാണ് അവരുടെ ഹോസ്റ്റൽ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ മാളു. അപ്പോൾ മാളുവിനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. +1 പഠിക്കുകയാണ്. അപ്പോൾ മാളുവിൻ്റെ സ്കൂളിലെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഹോസ്റ്റലിൽ വന്നതാണ് റൂമിലേക്ക്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോയാലോ. കണ്ടു ഇവിടുത്തെ കാഴ്ച എന്ത് ഭംഗിയല്ലേ. എൻട്രി ഗേറ്റിൻ്റെ അടുത്ത് കണ്ടോ എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഇനി ഉള്ളിലേക്ക് പോകണ്ട, സ്റ്റേജ് അങ്ങാണുള്ളത്. അപ്പോൾ സ്റ്റേജിലേക്ക് പോകാൻ ഇങ്ങനെ വഴിയൊക്കെ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ. ലൈറ്റും. രാത്രിയിലാണ് ഫംഗ്ഷന്. അപ്പം നമ്മൾ 4 മണിയാകുമ്പോൾ വന്നു. പരിപാടി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ലേറ്റായി. ഇപ്പോൾ ആദ്യമൊക്കെ അവരുടെ പ്രൈസൊക്കെ കൊടുക്കലാണ്. അപ്പോൾ നമുക്കറിയാം അവരുടെ കുറേ പ്രസംഗമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുക. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സെറ്റിങ്സൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ കുട്ടികൾ ഡ്രസ്സ് കോഡ് നല്ല മാച്ചിങ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന അവർ ഡാൻസ് കളിക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ കുട്ടികളുടെ ഓരോ കലാവിരുദ്ധമൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വരുമ്പോൾ സ്റ്റേജിൻ്റെ ഇതാണ് കാണുന്നത് ഫ്രണ്ട്. അപ്പോൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഇത് ഈ സ്കൂളിൻ്റെ ചെയർമാൻ സാറും മാഡാണ്. ഒരു ദിവസം 2 പേരും ഭയങ്കര സ്നേഹമായിരുന്നു. ഭാര്യ മരിച്ച് വിവരം അറിഞ്ഞ് ഭർത്താവ് കാണാൻ വന്നു. അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിച്ചു. നമ്മൾ കേട്ടിട്ടില്ല ഒരുപാട് സ്നേഹമുള്ളവർ അങ്ങനെ ഒന്നിച്ച് മരണപ്പെടുന്നൊക്കെ. അതുപോലെ ഒരു ഇതാണ് അവരുടേത്. അപ്പം മാളു പ്രൈസ് വാങ്ങുന്നതാണ് അവിടെ കാണുന്നത് കേട്ടോ. സ്റ്റേജിൽ കിസ് കോമ്പറ്റീഷന് പ്രൈസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിലും അവർക്ക് മോക്കാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞു ട്രോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് കാണിച്ചു. അപ്പോൾ എല്ലാ പിള്ളേർക്കും പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പം മാളുവിൻ്റെ ഒന്ന് കാണിച്ചു. പിന്നെ ഇതെവിടെ ഡാൻസ് തുടങ്ങി കേട്ടോ.
തുടക്കത്തിൽ അവരൊരു ഒഡീഷി ഡാൻസൊക്കെ കാണിച്ചതാണ്. ഇപ്പോൾ ഇത് വേറൊരു ഗ്രൂപ്പ് ഡാൻസാണ്. ഇനി മാളുടെ ഡാൻസ് നമ്മുടെ ഇല്ലും മീനാച്ചിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. Presenting before you an astounding performance that will mesmerize your sense and make your heart away. In the realm of dance, where the feet find the beat, the heart find the rhythm, and the soul find the song. From fast spin to killer steps, the grooving is coming with Bollywood masala. Let's ഇനി നമുക്ക് മാളുവിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് കണ്ടാലോ. मोहल्ले में आग लगाने अपना मैजिक बरसाने आ गई है कोल्हापुर की बिजली. നല്ല നല്ല അടിപൊളി പാട്ടിനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, നമുക്ക് സോങ് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കോപ്പിറൈറ്റ് വരുമല്ലോ. അതാണ് ഇത്. ഈ പിള്ളേർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി പാട്ടിന്. കഴിഞ്ഞ വർഷം ഇവർ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എൻ്റെ മാളുവിൻ്റെ ഗ്രൂപ്പ് സെറ്റ് സാരി കേരള സാരി കൊടുക്കാമെന്ന് പറഞ്ഞ് ഓൺലൈൻ ഓർഡർ ചെയ്ത്
ആ സാരി എടുത്തിട്ട് ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ നെക്സ്റ്റ് ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഞാൻ വിട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിലുണ്ട്. അപ്പം അത് ഞാൻ വിടാം. അപ്പം ഞാനൊന്ന് ഇവിടെ ഗ്രൗണ്ടൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് വന്നതാണ്. കുറേ നേരമായാലും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂട് കോഫിയൊക്കെ കിട്ടുന്നുണ്ട്, കോഫി പപ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു അതിൻ്റെ ഇടയിൽ. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ എൻ്റെ സെറ്ററൊക്കെ കൊണ്ടുവന്നൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും മാളും കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ മാളും ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ഇടുന്നുണ്ട്. അടിപൊളി വീഡിയോ ആണ്. സെറ്റ് സാരി കൊടുത്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മാളുടെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തതാണ്. ഇതൊക്കെ മാളുടെ വീഡിയോയിലാണ്. അപ്പോൾ അടുത്ത വർഷം +2 പിള്ളേരെല്ലാവരും സാരിയാണ് എടുക്കുന്നത്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇവിടെയും ഒരു ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ എപ്പോഴും തിരക്കാണ്, കുറേ പേര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ GHVM ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പഴയ വീഡിയോ ഒക്കെ സ്കൂളിൻ്റെ ആനുവൽ ഫംഗ്ഷനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അടിപൊളിയായിരുന്നു. മാളുവിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞതോടെ കുറേ ഫ്രണ്ട്സ് പോയി. +1 ഇവിടെ ആരുമില്ല, എല്ലാവരും വേറെ ഓരോ സ്കൂളിലേക്കൊക്കെ പോയതുകൊണ്ട് മാളും ഇവിടെ തന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് മാളും പോവുമായിരുന്നു. എൻട്രൻസ് വേറൊരു സ്കൂളിൽ കിട്ടിയതായിരുന്നു. പക്ഷേ പോവാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ വീട്ടിൽ പോയി 2 വർഷം ഇവിടെ പഠിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ നിന്നു. അപ്പോൾ ഇത് കണ്ടോ, +2 പിള്ളേരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. ഇത് മഹാഭാരത സ്റ്റോറി പറയുന്നത്. എപ്പോൾ ആനുവൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു മഹാഭാരത സ്റ്റോറിയെങ്കിലും ഇവർ ഇടാതിരിക്കില്ല, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ മഹാഭാരത സ്റ്റോറി ഇവർക്കാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. Best performance award Mahabharatyam. Madam, the gate pass pa Google idhi. അപ്പോൾ മഹാഭാരതം ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഡാൻസ് ആയിരുന്നു. സോങ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ 10 മണിയായിട്ടില്ല കേട്ടോ, 9:30 ആകുമ്പോഴേക്ക് തീർന്നു. 9 മണിയാകുമ്പോഴേക്ക് തീർന്നു തോന്നുന്നു. വീട്ടിലെത്തുമ്പോഴേക്ക് നമ്മൾ 10 മണിയൊക്കെ ആയി. അപ്പോൾ പെട്ടെന്ന് ഇപ്രാവശ്യം തീർത്തു. കാരണം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ദൂരെ ഉള്ളവരാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ ഗേറ്റ് പാസ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കണ്ടോ, വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതാണ് മാളുവിൻ്റെ സ്കൂള്. കണ്ടോ, ഇതാണ് സ്കൂള്. അപ്പം നമ്മൾ മാളും മോനും കൂടി അതാ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം, ഗേറ്റിൽ നിന്ന് കടത്തി വിടണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനെല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് തിരക്കാണ്, കാരണം വരുമ്പോൾ അങ്ങനെ ഈസി ആയിട്ട് വന്നു, പക്ഷെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കാരണം വരുമ്പോൾ എല്ലാവരും പല സമയത്താണ് വന്നത്, പക്ഷെ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാറുകളും ക്യൂ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം അത്. അപ്പം നമ്മൾ പാസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ടോ, എല്ലാവരും പോകേണ്ട തിരക്കിലാണ്. വണ്ടി ഭയങ്കര തിരക്കായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പം എല്ലാവരും പെട്ടെന്ന് പോകുക. അവിടെ പാസ് പിന്നെ കൊടുത്ത് ഓരോ പാസ് വാങ്ങിയല്ലേ അവിടെ നിന്ന് പോകേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ കിയ സെൽറ്റോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാസ്സൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി മാളുവിൻ്റെ ലഗേജുകളൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കണം. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്തെ എല്ലാവരെയും വിടുന്ന കാരണം കണ്ടോ, ഒരുപാട് വണ്ടി ഗേറ്റിൻ്റെ അവിടെ കണ്ടോ. ഇനി ഈ വണ്ടിയെല്ലാം പാസ് കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് വിട്ടതിന് ശേഷമല്ലേ നമുക്ക് പോകാൻ പറ്റില്ല. അതാണ് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ച്. ഇനി ഇവിടെ കുറേ നേരം നിൽക്കണം. ഓരോ വണ്ടികളെയും
പാസ് വാങ്ങി വിടുമ്പോൾ ഇനി അടുത്ത വീഡിയോ എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവർ കളിച്ചിട്ടുള്ള എല്ലാ പിള്ളേരുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സെറ്റ് സാരി എടുത്ത് ഡാൻസ് കളിക്കണമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് വിടാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടി ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത വർഷം ഇപ്പോൾ തണുപ്പും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി അടുത്ത വർഷം നല്ല ആനുവൽ ഡേക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.